ഒരു കാലത്ത് സ്കൂൾ കലോത്സവങ്ങൾ സിനിമയിലേക്കുള്ള എൻട്രി ആയിരുന്നു. കലോത്സവ വേദികളിൽ തിളങ്ങിയ നിരവധി കലാകാരന്മാർ വെള്ളിത്തിരയിലും വലുതും ചെറുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നവ്യ നായരും കാവ്യ മാധവനും മഞ്ജു വാര്യരും തുടങ്ങി ഒരുപാട് താരങ്ങളുണ്ട്. 2001 തൊടുപുഴയിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ കലാതിലകപ്പട്ടം നഷ്ടമായ നവ്യ നായർ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു രംഗം സോഷ്യൽ മീഡിയയിൽ നിന്നും പ്രചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അത് മറക്കാൻ സാധ്യതയുമില്ല. കലാതിലകപ്പട്ടം നഷ്ടമായെങ്കിലും പിന്നീട് മലയാളികൾ കണ്ടത് നവ്യ നായർ എന്ന സിനിമാ നടിയെയായിരുന്നു. ദിലീപ് നായകനായി എത്തിയ ഇഷ്ടത്തിലൂടെ നവ്യ ചലച്ചിത്ര രംഗത്ത് സജീവമായി. പിന്നീട് നന്ദനത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരവുമായി മാറി. അമ്പിളി ദേവി അതിനു മുൻപും ശേഷവും അഭിനയത്തിൽ സജീവമാണ്. അങ്ങനെ കലോത്സവ വേദിയിലൂടെ മലയാള സിനിമയിലേക്ക് നിരവധി താരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവരിൽ പ്രശസ്തരായവർ ഇവരൊക്കെയാണ്. വിന്ദുജ മേനോൻ സ്കൂൾ കലോത്സവത്തിലൂടെ സിനിമയിലെത്തിയ താരമാണ് വിന്ദുജ മേനോൻ. 6-ാം വയസ്സിൽ നൃത്തരംഗത്ത് അരങ്ങേറ്റം കുറിച്ച വിന്ദുജ ഒന്നാനാം കുന്നിൽ ഓരടിക്കുന്നിൽ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് അക്കാലത്തെ പല താരങ്ങളെയും പോലെ തന്നെ വിവാഹശേഷം വിന്ദുജയും കുടുംബിനിയുടെ റോളിലേക്ക് മാറി. ഇടയ്ക്ക് വീണ്ടും വെള്ളിത്തിരയിലേക്ക് വന്നു പോവുകയുമുണ്ടായി. ഇപ്പോൾ നൃത്താധ്യാപികയുടെ വേഷത്തിലാണ് വിന്ദുജ മേനോൻ. മഞ്ജു വാര്യർ കലോത്സവ വേദികൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മറ്റൊരു താരമാണ് മഞ്ജു വാര്യർ. ഇന്ന് മലയാളത്തിന് പുറത്തും തന്റെ അഭിനയ പ്രതിഭ കാഴ്ചവെക്കുന്നുണ്ട് മഞ്ജു. 6-ാം ക്ലാസ് മുതൽ കലോത്സവ വേദികളിൽ സജീവമായിരുന്നു മഞ്ജു വാര്യർ. 1992 തിരൂരിലും 95 കണ്ണൂരിലും നടന്ന കലോത്സവങ്ങളിൽ കലാതിലകമായിരുന്നു മഞ്ജു വാര്യർ. കണ്ണൂർ ചിന്മയ സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെയാണ് മഞ്ജു ആദ്യമായി കലാതിലകപ്പട്ടം ചൂടിയത്. സാക്ഷ്യത്തിലൂടെയാണ് മഞ്ജുവിന്റെ സിനിമാ അരങ്ങേറ്റം. ദിലീപിനൊപ്പമുള്ള സലാപത്തിലൂടെ നായിക പദവിയിലേക്കുമെത്തി. അമ്പിളി ദേവി മലയാള സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ അമ്പിളി ദേവിയും കലോത്സവ വേദികളിൽ നിന്നുമാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. 2001 തൊടുപുഴയിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ കലാതിലകപ്പട്ടം നേടിയത് അമ്പിളി ദേവിയായിരുന്നു. നൃത്ത അധ്യാപനത്തിനൊപ്പം അമ്പിളി ദേവി ടെലിവിഷൻ മേഖലയിലും ഇന്ന് സജീവമാണ്. കാവ്യ മാധവൻ സ്കൂൾ കലോത്സവം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മറ്റൊരു നടിയാണ് കാവ്യ മാധവൻ. 1999 സ്കൂൾ കലോത്സവത്തിലെ കലാതിലകപ്പട്ടം നേടിയ കാവ്യ മാധവൻ ബാലതാരമായി അതിനു മുൻപ് തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ മാധവൻ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് ലാൽ ജോസിന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിലൂടെ നായിക നടിയായി മാറി. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ കാവ്യ നായികയായി തിളങ്ങി. പിന്നീട് ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്നു. ജോമോൾ സ്കൂൾ കലോത്സവം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മറ്റൊരു ചലച്ചിത്ര താരമാണ് ജോമോൾ. ബാലതാരമായാണ് ജോമോൾ സിനിമയിലേക്ക് വന്നത്. 1989 പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ജോമോൾ അഭിനയ രംഗത്തേക്ക് എത്തിയത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ താരം നായികയായി എത്തി. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലൂടെ ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി. ദിവ്യ ഉണ്ണി 3-ാം വയസ്സിൽ നൃത്തരംഗത്ത് അരങ്ങേറ്റം കുറിച്ച ദിവ്യ ഉണ്ണി 1990 92 സ്കൂൾ കലോത്സവത്തിലെ കലാതിലകമായിരുന്നു. ബാലതാരമായാണ് ദിവ്യ സിനിമയിലേക്ക് എത്തിയത്. കല്യാണ സൗഗന്ധികമാണ് ദിവ്യ ഉണ്ണി നായിക നടിയായി ആദ്യമെത്തിയ സിനിമ. സിനിമാ ജീവിതത്തിന് ഇടവേള നൽകിക്കൊണ്ട് താരം ഇപ്പോഴും നൃത്തത്തിൽ സജീവമാണ്. ദേവി ചന്ദന സിനിമയിൽ മുൻനിര താരമായില്ല എങ്കിലും ചെറിയ വേഷങ്ങളിൽ ദേവി ചന്ദന വെള്ളിത്തിരയിലെത്തി. മാത്രമല്ല സീരിയലുകളിലും സജീവമാണിപ്പോൾ ദേവി. ഈ പറഞ്ഞ താരങ്ങൾക്ക് പുറമെ നിരവധി പേരാണ് ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ കലോത്സവ വേദികളിൽ നിന്നും മലയാള സിനിമയുടെ ഭാഗമായി മാറിയത്. നടിമാരെ മാത്രമല്ല നിരവധി നടന്മാരെയും സ്കൂൾ കലോത്സവ വേദി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.